അമേരിക്കൻ കോൺഗ്രസ് സംഘം ടിബറ്റ് ആത്മീയ നേതാവ് ദലൈലാമയുമായി കൂടിക്കാഴ്ച നടത്തി. ചൈനയുടെ എതിർപ്പ് അവഗണിച്ചാണ് കൂടിക്കാഴ്ച. ടിബറ്റ് പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കണമെന്ന ബില്ല് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒപ്പുവച്ചേക്കുമെന്ന സൂചനയുണ്ട്. തായ്വാനു പുറമെ ടിബറ്റിന്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും അമേരിക്കയുടെ നിലപാട് മാറ്റം ശ്രദ്ധേയമാണ്. ഏക ചൈന നയത്തെ ഇന്ത്യ പിന്തുണച്ചിരുന്നുവെങ്കിലും 2009 മുതൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനകളിൽ ഈ വാക്ക് ഉപയോഗിക്കുന്നില്ല. US കോൺഗ്രസ് വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ മിഷേൽ തോമസ് മക്കോളിന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലുള്ള ടിബറ്റ് ആത്മീയ നേതാവ് ദലൈലാമയുമായി കൂടിക്കാഴ്ച നടത്തിയത്. US കോൺഗ്രസ് മുൻ സ്പീക്കർ നാൻസി പെലോസിയും സംഘത്തിലുണ്ടായിരുന്നു. ൽ നാൻസി പെലോസി തായ്വാൻ സന്ദർശിച്ചത് വലിയ വാർത്തയായിരുന്നു. ചൈന അമേരിക്ക നയതന്ത്ര യുദ്ധത്തിന് വരെ ഈ സംഭവം കാരണമായി. ടിബറ്റിന്റെ സ്വാതന്ത്ര്യം അംഗീകരിക്കാത്ത ചൈനീസ് ഭരണകൂടത്തെ പെലോസി രൂക്ഷമായി വിമർശിച്ചു. ടിബറ്റിന്റെ ചരിത്രവും സംസ്കാരവും ഇല്ലാതാക്കാനാണ് ചൈന ശ്രമിക്കുന്നതെന്നും പെലോസി കുറ്റപ്പെടുത്തി. തങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ അമേരിക്ക ഇടപെടരുതെന്നായിരുന്നു ചൈനയുടെ പ്രതികരണം. US സംഘത്തിന് ദലൈലാമയുമായി കൂടിക്കാഴ്ച നടത്താൻ അനുവാദം നൽകിയത് ചൈനയ്ക്കുള്ള ന്യൂഡൽഹിയുടെ മുന്നറിയിപ്പാണ്. ലഡാക്കിലും അരുണാചൽ പ്രദേശിലും കടന്നുകയറ്റം നടത്തുകയും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നത് ചൈനയുടെ പതിവ് ശീലമാണ്. കഴിഞ്ഞ കുറച്ചു നാളുകളായി അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങൾക്ക് ചൈനീസ് പേരുകൾ നൽകുന്നതും വർദ്ധിച്ചിട്ടുണ്ട്. ചൈനീസ് അധിനിവേശ ടിബറ്റിലെ സ്ഥലങ്ങൾക്ക് ന്യൂഡൽഹിയും പുതിയ പേരുകൾ നൽകുന്നത് പരിഗണനയിലാണ്. ഈ സാഹചര്യത്തിലാണ് US സംഘത്തിന്റെ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായും US സംഘം കൂടിക്കാഴ്ച നടത്തി. വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരതത്തിലെ ജനങ്ങൾ ബഹുമാനിക്കുന്ന ആത്മീയ നേതാവാണ് ദലൈലാമ എന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. ഏക ചൈന നയത്തെ ന്യൂഡൽഹി അംഗീകരിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകിയില്ല. 2009 മുതൽ ഏക ചൈന നയത്തെ ഇന്ത്യ പരസ്യമായി പരാമർശിക്കുന്നില്ല. ദലൈലാമയെ വിഘടനവാദി എന്നാണ് ചൈന വിളിക്കുന്നത്. 1962 ഇന്ത്യ ചൈന യുദ്ധത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ദലൈലാമയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതായിരുന്നു. ടിബറ്റിന് സ്വാതന്ത്ര്യം വേണ്ട, പകരം സ്വയംഭരണാവകാശം മതി എന്നാണ് ദലൈലാമ പറയുന്നത്. ടിബറ്റ് പിടിച്ചെടുക്കാൻ ചൈന നീക്കങ്ങൾ തുടങ്ങിയപ്പോൾ തന്നെ സമാധാന ശ്രമങ്ങളുമായി ദലൈലാമയും സംഘവും മാവോ സേതുങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. 1951 ടിബറ്റും ചൈനയും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചു. ദലൈലാമയുടെ അധികാരങ്ങൾ ഉൾപ്പെടെ ടിബറ്റിലെ നിലവിലുള്ള ഭരണത്തിൽ ഒരു മാറ്റവും കൊണ്ടുവരില്ല എന്നതായിരുന്നു കരാർ. 1956 ആയപ്പോഴേക്കും ടിബറ്റിന്റെ കിഴക്കൻ പ്രവിശ്യയായ കംബയിൽ ചൈനീസ് സർക്കാരിനെതിരെ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. ഭൂനിയമവുമായി ബന്ധപ്പെട്ട് ചൈന കൊണ്ടുവന്ന പരിഷ്കാരമായിരുന്നു പ്രക്ഷോഭത്തിന് കാരണം. ടിബറ്റിന്റെ ഭാഗമല്ല കംബ എന്നതായിരുന്നു ചൈനയുടെ നിലപാട്. പ്രക്ഷോഭം അടിച്ചമർത്താൻ എന്ന പേരിൽ ചൈനീസ് ഭരണകൂടം ടിബറ്റിൽ വലിയ സേനാവിന്യാസം നടത്തി. ചൈനയുടെ ലക്ഷ്യം താനും ടിബറ്റിന്റെ നിയന്ത്രണവുമാണെന്ന് മനസ്സിലാക്കിയ ദലൈലാമ ഇന്ത്യയോടും സോവിയറ്റ് യൂണിയനോടും സഹായം ചോദിച്ചു. പക്ഷേ ചൈനയുമായി ശത്രുത ഉണ്ടാകുമെന്ന് കരുതി ജവഹർലാൽ നെഹ്റു മൗനം പാലിച്ചു. ടിബറ്റിൽ ചൈന സേനാവിന്യാസം നടത്തുന്ന സമയത്ത് തന്നെ ഇന്ത്യൻ അതിർത്തിയിലും സമാനമായ നീക്കങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഇത് തിരിച്ചറിയുന്നതിൽ നെഹ്റു സർക്കാർ പരാജയപ്പെട്ടു. 1959 മാർച്ച് 31 ദലൈലാമയും സംഘവും ഇന്ത്യയിലെത്തി. അന്ന് ദലൈലാമയ്ക്ക് 24 വയസ്സായിരുന്നു. അപ്പോഴേക്കും ഇന്ത്യ ചൈന ബന്ധത്തിൽ വിള്ളൽ രൂക്ഷമായി. തുടർന്ന് ദലൈലാമയ്ക്ക് അഭയം നൽകാൻ ഇന്ത്യ തീരുമാനിച്ചു. ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലും കർണാടകയിലെ കുടകിലും ദലൈലാമയ്ക്ക് ഭൂമി അനുവദിച്ചു. അന്നുമുതൽ ധർമ്മശാല കേന്ദ്രീകരിച്ചുള്ള പ്രവാസ സർക്കാരാണ് ടിബറ്റിൽ ഭരണം നടത്തുന്നത്.
ഭാരതത്തിന്റെ പിന്തുണയോടെ ചൈന ടിബറ്റിൽ നടത്തിയ ക്രൂരകൃത്യങ്ങൾ അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറഞ്ഞു. 2002-നും 2010-നും ഇടയിൽ 9 പ്രാവശ്യം പ്രവാസ സർക്കാരുമായി ചൈനീസ് ഭരണകൂടം ചർച്ച നടത്തി. പക്ഷേ പ്രയോജനമൊന്നുമുണ്ടായില്ല. അധിനിവേശത്തിനു ശേഷം ടിബറ്റിൽ വലിയ പുരോഗതികൾ ചൈന കൊണ്ടുവന്നു. ടിബറ്റൻ ജനതയുടെ പിന്തുണ പിടിച്ചുപറ്റുന്നതിന് വേണ്ടിയായിരുന്നു ഇതെല്ലാം. പുതിയ ദലൈലാമയെ ചൈന കണ്ടെത്തുമെന്നാണ് ബെയ്ജിംഗ് പറയുന്നത്. ചൈനയ്ക്ക് ദലൈലാമ എന്ന് പറയുന്നത് രാഷ്ട്രീയ നിയമനം മാത്രമാണ്. പക്ഷേ ടിബറ്റൻ ജനതയ്ക്ക് അതവരുടെ വിശ്വാസത്തിൻ്റേതും. ടിബറ്റൻ ബുദ്ധമതത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനമാണ് ദലൈലാമ. ടെൻസിൻ ഗ്യാറ്റ്സോ എന്നാണ് 14ാമത്തെ ദലൈലാമയുടെ പേര്. ഇദ്ദേഹത്തിന് 88 വയസ്സുണ്ട്. ദലൈലാമയുടെ പിൻഗാമിയെ കണ്ടെത്തുന്നതിൽ ചൈനയുടെ ഇടപെടൽ അനുവദിക്കില്ല എന്ന് അമേരിക്ക വ്യക്തമാക്കി. തനിക്ക് ശേഷം മറ്റൊരു ദലൈലാമ ഉണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് 15ാമത്തെ ദലൈലാമയെ കണ്ടെത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. ദലൈലാമയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ന്യൂഡൽഹി ഇടപെടരുതെന്ന് ബെയ്ജിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യൂഡൽഹി ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. നിരവധി സങ്കീർണതകൾ നിറഞ്ഞതാണ് ദലൈലാമയെ കണ്ടെത്തുന്ന ചടങ്ങ്. ഓരോ ദലൈലാമയും തൊട്ടുമുമ്പത്തെ ദലൈലാമയുടെ പുനർജന്മമായാണ് വിശ്വസിക്കുന്നത്. പുനർജന്മ സങ്കല്പവും ലക്ഷണങ്ങളും നിഗമനങ്ങളും തുടങ്ങി കൂടിക്കുഴഞ്ഞ സങ്കീർണമായ പ്രക്രിയയാണ് പുതിയ ദലൈലാമയെ കണ്ടെത്തുന്നത്.